കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മുളിയാറിൽ 18 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ മൊഗ്രാൽ, കാര്യങ്കോട്, ഉപ്പള പുഴകളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പും നിലവിലുണ്ട്. മഞ്ചേശ്വരം താലൂക്കിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. പുലർച്ചെ വീടുകളിൽ വെള്ളം കയറി. പാവൂർ, ഗറുകട്ടെ, മച്ചമ്പാടി, പൊസോഡ് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മജ്പയിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ കാറും ബൈക്കും ഒലിച്ചുപോയി. ഹൊസങ്കടിയിൽ മദ്രസയിലും വിമൻസ് കോളേജിലും വെള്ളം കയറി. പ്രദേശത്ത് 50ഓളം വീടുകളും വെള്ളത്തിനടിയിലായി. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തി. പുലർച്ചെയോടെ അംഗടി മുഗറിൽ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മൊഗ്രാലിലും ഉപ്പളയിലും വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ പുല്ലൂരിൽ വ്യാപക കൃഷിനാശമുണ്ടായി. ചട്ടഞ്ചാലിൽ ദേശീയപാത 66 കുന്നിൻ മുകളിൽ നിന്ന് മഴവെള്ളം വെള്ളച്ചാട്ടത്തിന് സമാനമായി കുത്തിയൊലിച്ചു. റോഡിൽ സ്ഥാപിച്ചിരുന്ന സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കാസർഗോഡ് കാനങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലത്തിന് സമീപം മണ്ണിടിഞ്ഞു. പ്രദേശത്ത് വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നുണ്ട്. താഴെ പരപ്പയിൽ കെട്ടിടത്തിന് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്താണ് കുന്നിടിഞ്ഞത്. പൂച്ചക്കാട്ടെ 2 വീടുകളിൽ വെള്ളം കയറി. ചിത്താരി പുഴയുടെ കൈവഴിയായ കാലിക്കടവ് തോട് കരകവിഞ്ഞതാണ് കാരണം. ചീമേനി മുണ്ടയിൽ ചന്ദ്രമതിയുടെ വീട് കനത്ത മഴയിൽ തകർന്നു. കാര്യങ്കോട് പുഴ കരകവിഞ്ഞതോടെ കീഴ്മാല, കിനാവൂർ എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.